വാട്ട് യു തിങ്ക് യു ബിക്കം. നീ എന്നാ യോസിക്കറിയോ നീ അതേ ആവേ. ഇത് മാജിക് അല്ല, ഇത് ന്യൂറോ സയൻസാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ചിന്തകൾ നമ്മളുടെ ബ്രെയിനിനെ ഷേപ്പ് ചെയ്യും. ബ്രെയിനിനുള്ള ഈ കഴിവിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ തിയറി ഈസ് കോൾഡ് ഹെബ്ബിയൻ തിയറി. എനിക്കൊന്നും നടക്കില്ല, ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള ചിന്ത നിങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഫെയിലിയർ മോഡിൽ ലോക്ക് ചെയ്യപ്പെടും. പക്ഷേ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത തവണ ഞാൻ വിജയിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ അതിജീവനത്തിൻ്റെ മോഡ്, അതായത് റിസൈലൻസ് മോഡിലോട്ട് സെറ്റ് ആവും. കുറച്ചുകൂടെ സിമ്പിളായി ഞാൻ പറയാം. നമ്മുടെ ബ്രെയിൻ ഒരു വലിയ നഗരമാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ ഒരിക്കൽ ചിന്തിക്കുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം ഈ നഗരത്തിൽ ഒരു ചെറിയ വഴി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ വഴി ഒരു വലിയ എക്സ്പ്രസ് ഹൈവേ ആയി മാറും. ഇങ്ങനെയാണ് ഹാബിറ്റ്സ് അഥവാ ശീലങ്ങൾ ജനിക്കുന്നത്. ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ്. ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങളുടെ ദിവസേനയുള്ള ചിന്തകളാണ് നിങ്ങളുടെ ബ്രെയിനിലെ വഴികൾ ഉണ്ടാക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ പറയുന്നത് എന്തും നിങ്ങളുടെ ബ്രെയിൻ വിശ്വസിക്കും. അതിനാൽ നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഹാബിറ്റ് കമൻറ്റ് ചെയ്യുക. അത് ഫോം ചെയ്യാനായിട്ടുള്ള 3 സിമ്പിൾ സ്റ്റെപ്സുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.